ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ആ ദിവസത്തിൻ്റെ ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ന് വിശ്വാസ ലക്ഷ്യങ്ങൾ വിട നൽകും എന്നുള്ളതാണ്. മാർപ്പാപ്പയുടെ അന്ത്യാഭിലാഷ പ്രകാരം വത്തിക്കാന് പുറത്ത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാരം നടക്കുക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത്. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. വിവരങ്ങളുമായി അഗസ്റ്റ് സെബാസ്റ്റ്യൻ ഉണ്ട് നമുക്കിപ്പം. സെബാനെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 130 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹം ഇന്ന് മാർപ്പാപ്പയ്ക്ക്, വിശ്വാസി സമൂഹം മാത്രമല്ല മനുഷ്യപക്ഷത്തുള്ള മനുഷ്യരെ ലോകത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും, സ്നേഹമുള്ള എല്ലാ മനുഷ്യരും മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്. അവരെല്ലാം ഇന്ന് മാർപ്പാപ്പയ്ക്ക് വിട നൽകുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങൾ? മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാകും നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുക അല്ലേ? തീർച്ചയായും സേതു, ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ചട്ടങ്ങളൊക്കെ തന്നെയും അതിൽ നിന്ന് വേറിട്ടൊരു സംസ്കാരമാണ് പോപ്പ് ഫ്രാൻസിസിൻ്റേതെന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, അദ്ദേഹം ജീവിതം കൊണ്ട് തന്നെ മുൻകാല സഭാ തലവന്മാരുടെ വഴികളിൽ നിന്ന് വേറിട്ട് സഞ്ചരിച്ചിരുന്ന പോപ്പാണ്. നിരവധിയായിട്ടുള്ള വിപ്ലവകരമായ തീരുമാനങ്ങളൊക്കെ തന്നെയും എടുക്കുകയും സഭയിൽ തന്നെ വലിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവന്നു. ഉൾച്ചേർക്കൽ എന്ന് പറയുന്ന അതിൻ്റെ ആ മാർഗത്തിലായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെ സഞ്ചാരം. അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂണറലാണ് സംസ്കാരമായി ആണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയായിരിക്കണം ശവസംസ്കാരം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു മാർഗ്ഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ ചട്ടങ്ങളിലൊക്കെ തന്നെയും നേരത്തെ അദ്ദേഹം മാറ്റവും വരുത്തിയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇതുവരെ ലൈങ് ഇൻ ദ സ്റ്റേറ്റ്, അതായത് പൊതുദർശനം എന്ന നിലയിലായിരുന്നു. മുൻകാല സഭാപിതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ശവസംസ്കാരത്തിന് മുന്നോടിയായി പൊതുദർശനത്തിന് വെക്കുന്ന ശവപേടകമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, അത് ഏറ്റവും ലളിതമായിരിക്കണമെന്ന് നടക്കുന്ന നിർദ്ദേശം നൽകിയിരുന്നു. സാധാരണ നിലയിൽ പോപ്പുമാർക്ക് 3 ലെയറുള്ള പെട്ടിയിലാണ് അടക്കുക. അതായത് ഒരു സൈപ്രസ്, പിന്നീട് സിങ്ക്, ഓക്ക് എന്നിങ്ങനെ 3 ലെയറുകളിലായിട്ടാണ്. അത് അതിന് പ്രതീകാത്മകമായ രീതിയാണ്. അതൊക്കെ തന്നെ ഒഴിവാക്കി സാധാരണമായ ലളിതമായ തടിയിൽ തീർത്ത സെങ്ക് ലൈനിങ് ഉള്ളൊരു പെട്ടിയിലാണ് അദ്ദേഹം ഇപ്പോൾ അന്ത്യനിദ്ര കൊള്ളുന്നത്. ഇത് ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വത്തിക്കാന് പുറത്ത് ഒരു പള്ളിയിൽ അടക്കം ചെയ്യപ്പെടുന്ന പോപ്പായി അദ്ദേഹം മാറും. അതും അദ്ദേഹം മുൻകൂട്ടി തന്നെ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അതായത് സെൻറ്റ് മേരീസ് മഗിയോറെ ബസിലിക്കയിലാണ് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യാമറിയവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം, അങ്ങനെയൊരു അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ അടക്കം ആവശ്യപ്പെടുന്നു. അങ്ങനെ വത്തിക്കാനും ചുറ്റുമതിലിന് പുറത്ത് അടക്കപ്പെടുന്ന ആദ്യത്തെ പോപ്പായി അദ്ദേഹം മാറും. ഇത് തന്നെ വലിയ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു കീഴ്വഴക്കം ആണ് അദ്ദേഹം ലംഘിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത് പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസിൻ്റെ അവസാന യാത്ര കാണാൻ നിരവധി ആളുകൾ ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും ഒക്കെ തന്നെ ഇത്രയധികം ആളുകൾ ഈ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അതിനെ ഒരു കാത്തിരുന്ന് കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും ഉത്തരം അറിയാം. പാർശ്വവത്കരിക്കപ്പെട്ടവർക്കൊപ്പം നിലകൊള്ളാൻ, അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ കൂടുതൽ തയ്യാറായിട്ടുള്ളൊരു പോപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വത്ത് എന്താണെന്നുള്ളതിൻ്റെ വിവരം വന്നിരുന്നു. അദ്ദേഹത്തിന് ആകെയുള്ളത് $100 അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നുമില്ലാതിരിക്കുക എന്നത്, ദാരിദ്ര്യം എന്നത് അദ്ദേഹം ഒരു ഇതായി സ്വീകരിച്ചു എന്നത്, വിർച്യുവായി സ്വീകരിച്ച പോപ്പ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് ഇന്ത്യൻ സമയം 1:30 നടക്കും. നിരവധി കർദിനാൾമാർ, മറ്റ് സഭാ നേതാക്കന്മാരൊക്കെ തന്നെയും രാജ്യ തലവന്മാരൊക്കെ തന്നെയും എത്തുന്നുണ്ട് ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. ശരി സബാനെ, അങ്ങനെ പോപ്പ് ഫ്രാൻസിസിന് ഇന്ന് ലോകം വിട നൽകാൻ പോവുകയാണ്. വിശ്വാസി സമൂഹം അത്രമേൽ ദുഃഖത്തോടുകൂടി സങ്കടത്തോടുകൂടി പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് പോപ്പ് ഫ്രാൻസിസിന് വിട നൽകാൻ പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഗസ്റ്റ് സെബാസ്റ്റ്യൻ.